അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഒരിക്കലും പ്രതീക്ഷിക്കാതെ തനിക്ക് ഇങ്ങനെ ഒരു അവസരം ലഭിച്ചതിൽ ശരിക്കും പറഞ്ഞാൽ നുസൈബ സന്തോഷവതിയായിരുന്നു. എങ്കിലും ചിലത് അവളുടെ മനസ്സിൽ ദുഃഖത്തിൻ്റെ മാറാല തീർക്കുന്നുണ്ടായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, ഒരിക്കലും പ്രതീക്ഷിക്കാതെ, ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കാലത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ സ്നേഹത്തിന് വേണ്ടി യാചിച്ചിരുന്നു. അതെ, തൻ്റെ ഫൈസൽക്കയുടെ തന്നെ ഒന്ന് കൈ പിടിച്ചിരുന്നെങ്കിൽ, തന്നെ ഒന്ന് നെഞ്ചോട് ചേർത്തിരുന്നെങ്കിൽ, തന്നോട് എന്തെങ്കിലും ഒരു സ്വകാര്യം പറഞ്ഞിരുന്നെങ്കിൽ, തൻ്റെ സന്തോഷങ്ങൾ ഒന്നറിഞ്ഞിരുന്നെങ്കിൽ, ആഗ്രഹങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ എന്നൊക്കെ പലതവണ വിചാരിച്ചു. ഓരോ നിമിഷവും അദ്ദേഹത്തിന് വേണ്ടി കാത്തിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് എന്തൊക്കെ തെറ്റുകളൊക്കെ കണ്ടിട്ടും ഇൻഷാ അല്ലാ എൻ്റെ അതിൽ നിന്നെല്ലാം വേറിട്ട് പോരും, അല്ലെങ്കിൽ തന്നോട് സ്നേഹം കാണിക്കും എന്നവൾ ഒരുപാട് പ്രതീക്ഷിച്ചു. ഒരുപാട് നിമിഷങ്ങൾ അതിനു വേണ്ടി കാത്തിരുന്നു. ഒരുപാട് ദിവസങ്ങൾ കാത്തിരുന്നു, മാസങ്ങൾ. പക്ഷേ ഇല്ല, തൻ്റെ അടുത്തേക്ക് അടുത്തതില്ല. ഒടുവിൽ മനസ്സിനെ കീറി മുറിക്കുന്ന വിധം ആ ഒരു വാർത്തയാണ് കേൾക്കാൻ കഴിഞ്ഞത്. അതെ, നുസൈബയെ ഡൈവേഴ്സ് ചെയ്യുന്നു എന്നുള്ള. എൻ്റെ റബ്ബേ, അല്ലാ, എൻ്റെ ഇക്കാക്ക് എന്നെ എങ്ങനെ വെറുക്കാൻ കഴിയുന്നു? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? തൻ്റെ എല്ലാ പ്രതീക്ഷകളും തകർന്നടിഞ്ഞതുപോലെ ഇനി എന്തിനാണ് റബ്ബേ ഇങ്ങനെയൊരു ജീവിതം ദുനിയാവിൽ എന്ന് വരെ അവൾ ആഗ്രഹിച്ചു. അതെ, ആ നുസൈബയാണ് ഇന്ന് ആ ഒരു സ്റ്റേജിൽ മൈക്ക് മുന്നിൽ നിൽക്കുന്നത്. പെട്ടെന്നാണ് തൻ്റെ ഇക്കയുടെ, അതെ, തൻ്റെ ആദ്യ ഭർത്താവിൻ്റെ ആ മുഖം അവൾ കാണുന്നത്. അവൾക്ക് തൻ്റെ നാവുകളെ ചലിപ്പിക്കുവാൻ കഴിഞ്ഞില്ല. അവൾ എന്തൊക്കെയോ പറയണം എന്ന് കരുതിയിരുന്നു. പക്ഷേ ഒന്നും മിണ്ടാതെ സൈലൻ്റായി ആ മൈക്കിന് മുമ്പിൽ നിൽക്കുകയാണ് ചെയ്യുന്നത്. അവൾക്കൊന്നും പറയാൻ കഴിയുന്നില്ല. ഇല്ല, ഫൈസൽ കഥ തൻ്റെ മുമ്പിൽ തന്നെ തൻ്റെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് ഇരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞപ്പോൾ. എന്നാൽ സാറും മിസ്സും അവളുടെ അടുക്കൽ വന്നു. നുസൈബ, ആ കമോൺ, പറയോ, എന്താ ഇങ്ങനെ, എന്തൊരു ഷോക്കേറ്റതുപോലെ നിൽക്കുന്നത് നുസൈബ? കമോൺ പറയൂ കുട്ടി, നിനക്ക് വേണ്ടിയത് എത്ര ആളുകളാണ് ഇവിടെ കാത്തിരിക്കുന്നത്? അവൾ അവളുടെ ചുണ്ട് പതുക്കെ ഒന്ന് ചലിപ്പിക്കുവാൻ വേണ്ടി ശ്രമിച്ചപ്പോഴേക്കും അവിടെ പിന്നിൽ നിന്നതാ ഒരു ശബ്ദം കേൾക്കുന്നു. ഹിജാബി, കമോൺ, എന്താ തുടങ്ങാത്തത്? ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ടോ, വേഗം. ഓക്കെ സ്റ്റാർട്ട് നൗ എന്ന് പറഞ്ഞുകൊണ്ട് ആവേശഭരിതമായ ഒരു സൗണ്ടാണ് കേട്ടത്. എല്ലാവരും ആ ഒരു ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കി. അത് മറ്റാരും ആയിരുന്നില്ല, അത് ഹാഫിസ് ആയിരുന്നു. ഹാഫിസ് എഴുന്നേറ്റ് നിന്ന് ഹിജാബിയെ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു. അവൻ്റെ ആ ഒരു ആവേശം കലർന്ന ആ ഒരു വാക്കുകൾ അവൾക്ക് ഊർജ്ജമേറി. അവൾ പറഞ്ഞു, പ്രിയപ്പെട്ട അധ്യാപകരെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നമസ്കാരം. അതെല്ലാം കേട്ടപ്പോൾ അവിടെ ഒരു കൂട്ട കയ്യടിയാണ് നടന്നത്. എല്ലാവരും ആവേശത്തോടെ വിളിച്ചു പറയുന്നു, നുസൈബ 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 എന്നിങ്ങനെ. എല്ലാവരും കൂടി അവളെ ആവേശഭരിതയാക്കി. അതെ, അവൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ ഒരു യുഗം തന്നെ അവിടെ ഉണ്ടായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, 1ാം റാങ്കുകാരിയാണ് നുസൈബ. പിന്നെ അവളെക്കുറിച്ച് ഒറ്റ നോട്ടത്തിൽ എന്നല്ല, ഇടപഴകിയാലും തന്നെ അവൾക്ക് കൂടുതലായിട്ട് ആ ജാടയോ അല്ലെങ്കിൽ അഹങ്കാരമോ ഒന്നുമില്ലാത്തൊരു പെണ്ണ്, ഒരു പാവം പെണ്ണ്. എങ്കിലും അവൾ 1ാം റാങ്ക് കരസ്ഥമാക്കിയല്ലോ എന്നുള്ള ഒരു അഭിമാനമാണ് അവർക്കെല്ലാവർക്കും. ഹാഫിസ് വീണ്ടും അതാ അവളെ ആക്റ്റീവാക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു. നുസൈബ, ഞങ്ങൾ എല്ലാവരും നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്, എന്തെങ്കിലും ഒന്ന് പറയണം, ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ തരണം. ഹാഫിസ് വളരെ ഉച്ചത്തിൽ അത് വിളിച്ചു പറഞ്ഞു. അത് കേട്ട് എല്ലാവരും ചിരിച്ചു. അതോടൊപ്പം തന്നെ നുസൈബ പറഞ്ഞു, എനിക്ക് നിങ്ങളോടായിട്ട് പറയാനുള്ളത് എന്തൊക്കെ തന്നെയാലും നമ്മുടെ ജീവിതത്തിൽ ആദ്യം വേണ്ടത് ക്ഷമ എന്നുള്ളതാണ്. ക്ഷമിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു നേട്ടം തന്നെയാണ് ഉണ്ടാവുക. പിന്നെ ഹാർഡ് വർക്ക്, എന്തും നേടിയെടുക്കാം എന്നുള്ള ഒരു ചിന്ത, അതിനു നമ്മൾ കഠിനമായി പ്രയത്നിക്കുക. എന്തും നേടിയെടുക്കാത്തതായിട്ട് ഈ ദുനിയാവിലൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്യുക, നേടിയെടുക്കുക. പിന്നെ എന്തൊക്കെ തന്നെയായാലും എല്ലാ പ്രതിസന്ധികളിലും നമ്മൾ ക്ഷമിക്കണം. ഒരുപാട് തളർന്നു പോവാതെ
നമ്മൾക്ക് ഒരു വിജയം ഉണ്ടാവും. എങ്ങനെയൊക്കെ തന്നെയായാലും വിജയം നമുക്കുണ്ടാകും നമ്മുടെ ജീവിതത്തിൽ എന്ന് പ്രതീക്ഷിച്ച് നിൽക്കുക. പിന്നെ പ്രാർത്ഥനാ പ്രവൃത്തി. നമ്മളെ സൃഷ്ടിച്ച ഈ ലോകം പഠിച്ച അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുക, അതുപോലെ പ്രവർത്തിക്കുക. എന്തും അങ്ങനെ തന്നെ. നമ്മൾ പ്രാർത്ഥനയോട് കൂടെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാര്യവും നേടിയെടുക്കാൻ കഴിയും. അതിപ്പോൾ റാങ്ക് എന്ന് മാത്രമല്ല, ജീവിതത്തിൽ എന്തൊക്കെ തന്നെയായാലും ഒരിക്കൽ നമുക്ക് എല്ലാത്തിനും ഉത്തരം ലഭിക്കുക തന്നെ ചെയ്യും. അതിന് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം. ഒരു കാര്യം കൂടി അതാ നുസൈബ അവിടെ പറയുന്നു, ഒരാളുടെയും മനസ്സ് വേദനിപ്പിക്കാൻ പാടില്ല. നമ്മളെക്കൊണ്ട് ഒരാളുടെ മനസ്സ് വേദനിപ്പിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അവരുടെ മനസ്സിൽ നിന്ന് ആ ഒരു സങ്കടം മാറുകയില്ല. വേദനിപ്പിച്ച ആളുകൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ അതിനുള്ള പ്രതിഫലം ലഭിക്കുകയും ചെയ്യും. അതാണ് ഉണ്ടാവുക. അതുകൊണ്ട് ഒരു ഉറുമ്പിനെ പോലും നമ്മൾ നോവിക്കരുത്, ഒരാളെയും വേദനിപ്പിക്കരുത്, വാക്കുകൊണ്ടായാലും പ്രവൃത്തി കൊണ്ടായാലും. അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളൂ എന്ന് പറഞ്ഞു എല്ലാവരും അതാ ഹർഷാരവം മുഴക്കുന്നു. താങ്ക് യു, ഇങ്ങനെയൊരു അവസരം എനിക്ക് തന്നതിൽ എന്ന് പറഞ്ഞുകൊണ്ട് അതാ നുസൈബ ആ ഒരു മൈക്കിൽ നിന്ന് പിന്മാറുന്നു. പെട്ടെന്ന് അതാ പ്രിൻസിപ്പൾ അവൾ വിളിച്ചു, ഹസ്ബൻഡിനെ ഒന്ന് വിളിച്ചോട്ടെ 2 വാക്ക് പറയാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, വേണ്ട സർ, നോ താങ്ക്സ്. അത് പറഞ്ഞുകൊണ്ട് അവൾ ആ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. പക്ഷേ അപ്പോഴേക്കും അതാ അവൾക്കുള്ള വലിയൊരു ഉപഹാരമാണ് അവിടെ എത്തുന്നത്. നമ്മോട് ഇതുവരെ സംസാരിച്ച നമ്മുടെ പ്രിയങ്കരിയായ നുസൈബക്ക് ഇതാ ഈ കോളേജിൻ്റെ വക ഒരു ട്രോഫി സമ്മാനിക്കുന്നു. എല്ലാവരും വളരെയധികം ഉച്ചത്തിൽ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ്. പ്രിയങ്കരിയായ നുസൈബ ഇത് വന്ന് സ്വീകരിക്കണം. അവളത് വന്ന് സ്വീകരിക്കുന്നു. ആ ഒരു ട്രോഫി കയ്യിൽ പിടിച്ചുകൊണ്ട് അവൾ കരയുകയാണ് ഉണ്ടായത്. ഇതെല്ലാം എനിക്ക് വാങ്ങിത്തന്നത്, ഇതിനുള്ള സാഹചര്യം ഒരുക്കിയത് അത് മറ്റാരുമല്ല, എൻ്റെ ഹൃദയത്തിൽ അതിപ്പോഴുമുണ്ട് ആ മുഖം. അവരെ കൊണ്ടാണ് എനിക്കിതെല്ലാം ലഭിച്ചത് എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു, ആ അതവളുടെ ഹസ്ബൻഡ് തന്നെയാണ്, അതവിടെ ഉണ്ട്, ആ അവിടെ ഇരിക്കുന്നുണ്ട്. ആണോ? അതെ, അങ്ങനത്തെ ഹസ്ബൻഡുമാരെ കിട്ടണല്ലേ. പക്ഷേ അവളത് വെളിപ്പെടുത്തിയില്ല ആരാണെന്ന്. എല്ലാവരും തെറ്റിദ്ധരിച്ചു അതവളുടെ ഹസ്ബൻഡ് തന്നെയാണെന്ന്. പക്ഷേ നുസൈബ ഒരിക്കലും അതാരെക്കുറിച്ചാണ് പറയുന്നത് എന്നാർക്കും വ്യക്തമായിട്ടില്ല. എല്ലാവരും തെറ്റിദ്ധരിച്ചത് അവളുടെ ഭർത്താവ് ഫൈസലിനെ കുറിച്ചാണെന്നാണ്. ഒരിക്കലും അതല്ല. നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കറിയാം അതാരെക്കുറിച്ചാണെന്നുള്ളത്. ഇൻഷാ അല്ലാഹ് നിങ്ങളതൊന്ന് കമൻറ്റ് ചെയ്യണം. ആരെക്കുറിച്ചാണ്? എൻ്റെ വിജയത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച പ്രധാനപ്പെട്ട വ്യക്തി ആരാണ്? അതിനെക്കുറിച്ചാണ് നുസൈബ പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് അത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ആരാണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. നമ്മുടെ നുസൈബയുടെ വിജയത്തിൻ്റെ, അല്ലെങ്കിൽ അവൾ പഠിക്കണം വിജയിക്കണം എന്ന് ആഗ്രഹിച്ചത് ആരായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഓക്കെ, ഇൻഷാ അല്ലാഹ്. പിന്നീട് നുസൈബയുടെ സാറും മിസ്സും എല്ലാം അതിനെക്കുറിച്ച് സംസാരിക്കുന്നു. എന്നാൽ അതിനിടയ്ക്ക് 2 ഗസ്റ്റുകൾ കയറി വരുന്നു. ഒരിക്കലും പ്രതീക്ഷിക്കാതെ. നുസൈബ പോലും അറിഞ്ഞില്ല അതാരാണെന്ന്. അത് മറ്റാരുമല്ലായിരുന്നു, അവളുടെ എൻട്രൻസ് കോച്ചിങ്ങിലെ പ്രിയപ്പെട്ട അവിടുത്തെ സാറും മിസ്സുമാണ് അത്. അവരെ പ്രത്യേകമായി ക്ഷണിച്ചതായിരുന്നു ഇവിടെയുള്ള പ്രിൻസിപ്പള്. അവർക്കും നുസൈബയെക്കുറിച്ച് ഒരുപാട് പറയുവാറുണ്ടായിരുന്നു. ക്ലാസ്സിൽ പൊതുവെ സൈലൻ്റ് ആയിരുന്നു നുസൈബ എന്ന കുട്ടി. കൂടുതലായിട്ട് ആരോടും അങ്ങനെ ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളും ഇല്ല. എങ്കിലും ഒരു ആവശ്യത്തിനുണ്ട് താനും. എന്തൊക്കെ തന്നെയായാലും അവളുടെ ഒരു വിജയത്തിൻ്റെ രഹസ്യം എന്ന് വെച്ചാൽ, ഞാൻ പഠിക്കാൻ കൊടുത്ത പാഠഭാഗങ്ങൾ അന്ന് തന്നെ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് അത് പിറ്റേന്ന് മുഴുവനായിട്ട് എനിക്ക് പറഞ്ഞ് കേൾപ്പിച്ച് തരും. അല്ലെങ്കിൽ എക്സാം എടുത്താൽ അതിൽ മാർക്ക് കംപ്ലീറ്റ്ലി ആക്കും. അങ്ങനെ ഒരു സ്വഭാവ ഗുണം ഉണ്ടായിരുന്നു. ഒറ്റ ദിവസം പെൻഡിങ് അവൾ വെക്കാറില്ല. എന്തൊക്കെ തന്നെയായാലും പഠിക്കാനുള്ള ഭാഗങ്ങൾ അന്നും തന്നെ പഠിച്ച് അവൾ ക്ലിയർ ആക്കുമായിരുന്നു. അതുതന്നെയാണ് അവളുടെ വിജയത്തിൻ്റെ വലിയൊരു ഉദാഹരണം. പിന്നെ അവളുടെ ജീവിതത്തിൽ കുറച്ച് വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ ഒരുപാട് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു. അത് കേട്ട് ഫൈസൽ ഞെട്ടി. പഠിച്ചോനെ, എന്നെക്കുറിച്ചെങ്ങാനോ ഞാൻ ചെയ്തതിനെക്കുറിച്ചെങ്ങാനോ ഇവിടെ ഇവർ വിളമ്പുമോ? ഒരു നിമിഷം ഫൈസലിന് എന്ത് ചെയ്യണം എന്നറിയുന്നില്ല. ഫൈസൽ അവിടെ നിന്ന് മെല്ലെ എണീക്കുകയാണ്. ആരും അറിയാതെ. തൊട്ടടുത്തുള്ളവർ ചോദിച്ചു, എങ്ങോട്ടാണ്? ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്ത്. ആ ഓക്കെ, വെള്ളം കുടിക്കാനാണ് ഇങ്ങോട്ട് കൊണ്ടുവരല്ല. ഹേ അല്ല, താങ്ക്സ്, ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞ് ഫൈസൽ പതുക്കെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു.
അധികം ആളുകളൊന്നും അത് ശ്രദ്ധിച്ചില്ല. എല്ലാവരും ആ മിസ്സിൻ്റെ സംസാരത്തിലായിരുന്നു. ഒരുപാട് ത്യാഗം സഹിച്ച ആളാണ് നമ്മുടെ നുസൈബ. അതായത് പല തവണകളായി എക്സാമിന് അവൾക്ക് അറ്റൻഡ് ചെയ്യുവാൻ പോലും പറ്റാത്ത രീതിയിലുള്ള സിറ്റുവേഷൻസ് അവളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒരു പക്ഷേ നിങ്ങൾക്ക് ആർക്കും ആ ഒരു സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കില്ല. പുറത്തേക്കും ആ സ്പീക്കറിലൂടെ അത് നല്ല രീതിയിൽ കേൾക്കുന്നുണ്ടായിരുന്നു. ഫൈസലിന് അവൻ്റെ ചെവി പൊത്തേണ്ട അവസ്ഥയാണ് ഉണ്ടാകുന്നത് എന്ന് തോന്നുന്നു. ഏതൊരു പെണ്ണും ആഗ്രഹിക്കുന്ന വിവാഹ ജീവിതം, അതവൾക്കും ലഭിച്ചിരുന്നു. പക്ഷേ അത് കറക്റ്റ് രീതിയിൽ അവൾക്ക് ലഭിച്ചിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണെന്നറിയില്ല. ഒരുപാട് ജീവിതത്തിൽ സങ്കടങ്ങളും വിഷമങ്ങളും ത്യാഗങ്ങളും സഹിച്ച കുട്ടിയാണ് ഈ നുസൈബ. മിസ്സ് വല്ലതും പറയുമോ എന്നുള്ള കാര്യത്തിൽ നുസൈബക്ക് ഭയമുണ്ടായിരുന്നു. പഠിച്ചോനെ, എന്തൊക്കെ തന്നെയാലും സംഭവിക്കാനുള്ളത് സംഭവിച്ചു. പക്ഷേ ഇനിയിപ്പോൾ ഇതിവിടെ പറഞ്ഞാൽ അത് വേണ്ടെന്ന് അവളൊന്ന് മിസ്സിനോട് പറയട്ടെ എന്ന് കരുതി. അവൾ പെട്ടെന്ന് വന്ന് മിസ്സിൻ്റെ കൈ പിടിച്ചു. മിസ്സേ, അതൊന്നും ഇല്ല മോളെ, നീ പേടിക്കണ്ട, സിറ്റ് ഡൗൺ, അവിടെ പോയിരിക്കും. അതായത് ഞാൻ പറഞ്ഞത് ഇവിടെ എന്താണെന്ന് വെച്ചാൽ, ത്യാഗങ്ങൾ ഒരുപാട് സഹിച്ച പെൺകുട്ടിയാണ് നമ്മുടെ നുസൈബ. ആ ത്യാഗത്തിനിടയിലും അവൾ അവളുടെ വിജയം നേടിയെടുത്തു. അതെങ്ങനെ? ആത്മവിശ്വാസം. എന്തൊക്കെ തന്നെ ജീവിതത്തിൽ വന്നാലും എന്തൊക്കെ തന്നെ സംഭവിച്ചാലും എൻ്റെ വിജയം അതെനിക്ക് ഉറപ്പാക്കണം. അത് വിട്ടുള്ള കളിയില്ല. എൻ്റെ ലക്ഷ്യം നേടണം, അതാണ് മെയിന്. എന്താണ് ലക്ഷ്യം? അത് പൂർത്തീകരിക്കുക. അതാണ് അവൾ ആഗ്രഹിച്ചത്. ഇന്നവൾ നേടിയെടുത്തു. അതെ, ആ ഒരു വിജയത്തിൻ്റെ മധുരം അവൾ നുണഞ്ഞു കഴിഞ്ഞു. എന്താ, എങ്ങനെയുണ്ട്? ആർക്കെങ്കിലും കഴിയുമോ? ജീവിതത്തിൽ എന്തെങ്കിലും വിഷമഘട്ടങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ആർക്കെങ്കിലും കഴിയുമോ? എക്സാമിനൊക്കെ ഫുൾ മാർക്ക് നേടിയിട്ട് റാങ്ക് നേടാൻ ഇല്ല, കഴിയില്ല. നമ്മൾക്കതിനുള്ള കരുത്തില്ല നമ്മുടെ മനസ്സിന്. അവൾക്ക് കരുത്തുണ്ട്. അവളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ. ഒരു പക്ഷേ അവളെ പുറമേ കണ്ടാൽ ആർക്കും അറിയില്ല, അവളൊരു പാവാണെന്ന് വിചാരിക്കും. പക്ഷേ അവളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ മറ്റൊരു അവളുണ്ട്. അവളാണ് വിജയം നേടിയത്. മനസ്സിലാക്കണം നിങ്ങൾ. അപ്പോൾ എന്തൊക്കെ തന്നെ നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോഴും നമ്മൾ തളരരുത്, പതറരുത്, പിടിച്ചു നിൽക്കണം. ആ വിജയമാണ് അവൾ നേടിയെടുത്തത്. അപ്പോൾ എല്ലാവരോടും ഓൾ ദി ബെസ്റ്റ്. കൂടുതലായിട്ട് ഒന്നും ഞാൻ പറയുന്നില്ല ഇവിടെ. ഫൈസൽ അതെല്ലാം കേട്ടുകൊണ്ട് പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഫൈസലിന് അല്പമെങ്കിലും ആശ്വാസമായത്. രക്ഷപ്പെട്ടു. ഞാൻ വിചാരിച്ചു എൻ്റെ കഥയൊക്കെ ഇവിടെ പറഞ്ഞ് കൊളമാക്കുന്നു, എൻ്റെ ഒരു വില നഷ്ടപ്പെടുന്നു വിചാരിച്ചു. പഠിച്ചോനെ, നീ കാത്തുട്ടോ. അല്ലെങ്കിലും എൻ്റെ പെണ്ണ് അത് പറയാൻ സമ്മതിക്കില്ലെന്ന് എനിക്കറിയാം. അതെ, മിസ്സ് സംസാരിച്ച് കൂടുതൽ പ്രഷർ കൂടി വരികയായിരുന്നു. ആ സമയത്ത് ചെറിയൊരു സംസാരം കേട്ടിരുന്നു നുസൈബ പറയുന്നതായിട്ട്. അതെ, അതവൾ ഇല്ലാതാക്കി. അല്ലാ, ഇത്രയ്ക്കും നല്ലൊരു പെൺകുട്ടിയാണല്ലോ ഞാൻ അന്ന് കഷ്ടപ്പെടുത്തിയത്, അങ്ങനെ അവളെ ഉപദ്രവിച്ചത്. റബ്ബേ, നീ എനിക്ക് പുറത്തു തരണം. ഇതിന് പ്രായശ്ചിത്തമായിക്കൊണ്ട് അതാ ഞാൻ എന്ത് ചെയ്യാനും തയ്യാറാണ് റബ്ബേ, എന്ത് ചെയ്യാനും. എന്തായാലും എനിക്ക് പുറത്തു തരണം, അതെനിക്ക് പറയാനുള്ളൂ. ഫൈസൽ അള്ളാഹുവിനോട് ദുആ ചെയ്തു. എല്ലാവരുടെയും പ്രസംഗങ്ങളും കാര്യങ്ങളും കഴിഞ്ഞു. എല്ലാവരും നുസൈബയുടെ അടുത്തേക്ക് ഓടിക്കൂടുകയാണ്. ഇപ്പോഴാണ് നിൻ്റെതൊക്കെ അറിയുന്നത്. സത്യം പറഞ്ഞാൽ നീ ഒരു ധീര വനിതയാണല്ലേ, അങ്ങനെയൊക്കെ ഓരോരുത്തരോട് പറയുന്നു. അതിനിടയിൽ ഹാഫിസ്, ഹിജാബി, അപ്പോൾ സംഭവം സെറ്റില്ലേ? വാക്കുകൾ ചുരുങ്ങിയതാണെങ്കിലും അതിനുള്ളിൽ പലതും ഒളിഞ്ഞു കിടക്കുന്നുണ്ടല്ലോ നുസൈബ. പക്ഷെ എന്തായാലും ഞങ്ങൾക്ക് തന്ന മോട്ടിവേഷൻ അർത്ഥവത്തായ 3-4 വാക്കുകളാണ്. അതിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളാനുണ്ട്. വിശദമായി പിന്നീട് ക്ലാസ് എടുത്ത് തരണേ എന്ന് പറഞ്ഞ് ഹാഫിസ് അവളെ കളിയാക്കി. അവൾ നാണം കൊണ്ട് മുഖം താഴ്ത്തി. ഇന്ന് നുസൈബാക്ക് അതാ കോളേജിൽ ഒരുപാട് ഫാൻസുകളാണ്. എല്ലാവരും അവളുടെ വിജയത്തിൻ്റെ രഹസ്യമെല്ലാം അറിഞ്ഞതുകൊണ്ട് തന്നെ അവളോട് ഓരോ മോട്ടിവേഷൻ സ്പീച്ചും കാര്യങ്ങളും ഇടയ്ക്കിടെ ഒന്ന് ചെയ്യാൻ വേണ്ടി പറയും. കോളേജിൽ ഇടയ്ക്കിടെ ഉണ്ടാകുന്ന പ്രോഗ്രാമുകളിൽ അവളെ മുഖ്യ അതിഥിയാക്കുവാൻ വേണ്ടി അവർ തീരുമാനിക്കുന്നു. ഫൈസൽ പിന്നീട് അങ്ങോട്ട് അകത്തേക്ക് കയറിയിട്ടില്ല. അവൻ വിചാരിച്ചു, ഇനി വീട്ടിലേക്ക് പോകുമായിരിക്കും നല്ലത്. അല്ലാതെ ഇനിയിപ്പോൾ ഒരു പക്ഷേ അവളോട് പറയാതെ, അല്ലെങ്കിൽ അവളോട് പറഞ്ഞിട്ട് അവൾ എൻ്റെ മുഖത്തേക്കൊന്നും ശരിക്കും നോക്കിയിട്ടില്ലല്ലോ. ഒരു പക്ഷേ എന്നോട് ഇഷ്ടമുണ്ടാവില്ല ഇനി. ഞാൻ വെറുതെ സാരല്ല, എന്നാലും എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് വേണ്ടി അത്രയൊക്കെ എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞല്ലോ, അങ്ങനെയൊക്കെ ചെയ്യാൻ കഴിഞ്ഞല്ലോ, അവളെക്കുറിച്ച് കോളേജൊക്കെ ഒന്ന് അറിയാനായല്ലോ, സന്തോഷം.
സന്തോഷമേ ഉള്ളൂ. അന്നതാ പെട്ടെന്ന് കോളേജ് വിടുന്നു. എല്ലാവരും സന്തോഷത്തോടു കൂടി അതാ ഇറങ്ങിപ്പോകുന്നു. ഹോസ്റ്റലിലേക്കുള്ളവർ ആ ഒരു ഭാഗത്ത്. എല്ലാവർക്കും ചർച്ചാ വിഷയം നുസൈബ തന്നെ. പലർക്കും അവളെക്കുറിച്ച് അറിയില്ലായിരുന്നു. 5 ബാച്ചാണ് അവിടെ പഠിക്കുന്നത്. അതിൽ പലർക്കും അവളെക്കുറിച്ച് അറിയുന്നില്ല. ഇന്ന് എന്തൊക്കെ തന്നെയായാലും അവളെക്കുറിച്ച് അറിഞ്ഞു. തന്നെ കളിയാക്കിയവർക്ക് മുമ്പിലും തന്നെ വിമർശിച്ചവർക്ക് മുമ്പിലൊക്കെ ഒരു പാഠമായിക്കൊണ്ട് അതാ നുസൈബ അവിടെ തിളങ്ങി നിൽക്കുകയാണ്. എല്ലാവരും ഇറങ്ങിപ്പോകുന്നു. ഫൈസൽ തൻ്റെ പെണ്ണിനെ നോക്കുകയാണ്. അവളെവിടെ? അവളെൻ്റെ വാഹനത്തിൽ കയറുമോ ആവോ? ഒന്ന് വെയിറ്റ് ചെയ്യാം, ഒന്ന് വിളിച്ചു നോക്കാം. കുറച്ച് കഴിഞ്ഞപ്പോഴതാ ബ്ലാക്ക് ഹിജാബ് ധരിച്ചുകൊണ്ട് അതാ നുസൈബയും അവളുടെ ചുറ്റുമായിട്ട് ഒരുപാട് പെൺകുട്ടികളും നടന്നു വരുന്നു. ഒരു നിമിഷം അവനതാ ഗ്ലാസ് താഴ്ത്തുന്നു. അവൻ്റെ കാറിന് മുമ്പിലൂടെയാണ് നുസൈബ കടന്നു പോകുന്നത്. നുസൈബ, അവൻ വിളിച്ചു. ഒരു നിമിഷം അവൻ്റെ ശബ്ദം അവൾ കേട്ടു. അവൾ പതുക്കെ ഒന്ന് തിരിഞ്ഞു നോക്കി. അതെ, അത് ഫൈസൽക്ക് തന്നെ. എന്തിനാണ് എന്നെ ഇനി കഷ്ടപ്പെടുത്തുന്നത്? എനിക്ക് വയ്യ, അവൾ മനസ്സിൽ വിചാരിച്ചു. അവളതാ വീണ്ടും അത് മുന്നിലോട്ട് പോകുകയാണ്. അവൻ വണ്ടി മുന്നോട്ടെടുത്തു. നുസൈബ, കയറുന്നില്ലേ? നോ താങ്ക്സ്, ഞാൻ ബസ്സിന് വന്നോളാം എന്നവൾ പറഞ്ഞു. ആ ഒരു വാക്ക് കേട്ടപ്പോൾ പിന്നീട് ഫൈസലിനെ ഒന്നും പറയാൻ കഴിഞ്ഞില്ല. അവന് സങ്കടം വന്നു ഒരുപാട്. അവൻ അവനെ തന്നെ ശപിച്ചു. എനിക്കിതിൽ കിട്ടിയാൽ പോരാ, ഇതിനപ്പുറം എൻ്റെ പെണ്ണ് എത്രയോ വേദനകൾ സഹിച്ചിട്ടുണ്ട്. അവളെ ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. ഇല്ല, ഒരിക്കലും അവൾ ഇനി എനിക്ക് വഴങ്ങില്ല, അതെനിക്ക് ഉറപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ട് സങ്കടത്തോടെ അതാ ഫൈസൽ വീണ്ടും ആ ഒരു വാഹനം അവളുടെ അടുത്തേക്ക് അടുപ്പിക്കുന്നു. ഭാഗ്യമെന്ന വണ്ണം ബസ് അതാ വരുന്നു. എല്ലാവരും ബസ്സിൽ കയറി. ഹിജാബിയും കയറി. ഒരിക്കൽ കൂടി നുസൈബയെ അവൻ കൈ കാണിച്ച് വിളിക്കുവാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ അപ്പോഴേക്കും അവൾ ആ തിക്കിത്തിരക്കിയ ബസ്സിൽ അവളും കയറിക്കൂടിയിരുന്നു. ഒരുപാട് നിരാശയോടെ അവൻ ആ വാഹനത്തിൽ തന്നെ ഇരുന്നു. സ്റ്റിയറിംഗ് പിടിച്ചുകൊണ്ട് അതിൽ തല അമർത്തി വെച്ച് അവൻ പൊട്ടി കരഞ്ഞു. റബ്ബേ, എനിക്കിത് കിട്ടണം, എനിക്കിത് കിട്ടേണ്ടത് തന്നെയാണ്. ഞാൻ തന്നെയാണ് എല്ലാം നശിപ്പിച്ചത്. എൻ്റെ ഓരോ അഹങ്കാരം കൊണ്ട്, എൻ്റെ ഓരോ കാട്ടിക്കൂട്ടലുകൾ കൊണ്ട് അത്രക്കും വലിയ തെറ്റുകളാണ് ഞാൻ ചെയ്തത്. അതിനുള്ള ശിക്ഷ എനിക്ക് തന്നെ ദുനിയാവിൽ തന്നെ കിട്ടുന്നുണ്ട്. റബ്ബേ, ഇനി ഒരിക്കലും അവൾ എൻ്റെ ജീവിതത്തിലേക്ക് വരില്ലായിരിക്കുമല്ലേ? ഞാൻ എന്താ ഇനി ചെയ്യുക? അവളില്ലാത്തൊരു ജീവിതം എനിക്ക് കഴിയുന്നില്ല. പിന്നെന്തിനാ നാട്ടിൽ ഞാൻ ജീവിക്കുന്നത്? ഇല്ല, ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല. ഞാൻ പോവാണ്. എനിക്ക് കഴിയില്ല അവളില്ലാതെ. ആ വാഹനം മുന്നോട്ടെടുക്കാതെ അവിടെ നിർത്തിയത് കൊണ്ട് തന്നെ ബാക്കിൽ നിന്ന് നല്ല ഹോണടി കേൾക്കുന്നുണ്ട്. പക്ഷേ അതിലൊന്നും അവൻ ശ്രദ്ധ കിട്ടുന്നില്ലായിരുന്നു. വീണ്ടും ഹോണടിച്ചപ്പോൾ അവൻ പതുക്കെ അതാ ബ്രേക്കിൽ നിന്ന് കാലെടുത്തു. ആ ബസ്സിന് പിന്നാലെയായിക്കൊണ്ട് അവനതാ പോകുന്നു. ഒട്ടും പ്രതീക്ഷയില്ല. എങ്കിലും ഒരു വട്ടമെങ്കിലും അവളുടെ മനസ്സൊന്നലിഞ്ഞ് എന്നെ ഒന്ന് ഫൈസൽക്ക എന്ന് പറഞ്ഞൊന്ന് വിളിച്ച് എൻ്റെ കൂടെ വന്നിരുന്നെങ്കിൽ, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇല്ല, ഇക്ക എന്നുള്ളൊരു വിളി അവൾ വിളിച്ചിരുന്നു ആദ്യമൊക്കെ. അപ്പോഴൊക്കെ ഞാൻ ചോദിക്കും, ആരുടെ ഇക്ക? ഇക്ക. നീ എന്തിനാ എന്നെ ഇക്ക എന്ന് വിളിക്കുന്നത്? അതെ, അങ്ങനെയൊക്കെ ഈ നാവ് കൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞതും ചെയ്തതൊന്നും എനിക്ക് മറക്കാൻ കഴിയില്ല. ഞാൻ പറഞ്ഞത് തന്നെയാണ്. എനിക്കതിനുള്ള ശിക്ഷയാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. തന്നെ ഉപേക്ഷിച്ച ഭർത്താവിൻ്റെ കൂടെ ഒരിക്കലും ജീവിക്കണമെന്നോ അല്ലെങ്കിൽ അവനോട് ഇടപഴകണമെന്നോ അവൾ ആഗ്രഹിക്കുന്നില്ല. അവളുടെ മനസ്സിൽ ഇപ്പോൾ ഷമ്മാസ് മാത്രമേ ഉള്ളൂ. അതെ, ഷമ്മാസ്. അവനാണ് നിഷ്കളങ്കമായ സ്നേഹത്തിനുടമ. ആ ഒരു സ്നേഹം തരാൻ ഒരാൾക്കും കഴിയില്ല. എന്നെ അല്ലാതെ ഒരാളെയും ഷമ്മാസ് സ്നേഹിച്ചിട്ടില്ല. പിന്നെ അവനെ ഞാൻ ചതിക്കോ? ഹേയ്, ഒരിക്കലുമില്ല. ജീവിക്കുകയാണെങ്കിൽ ഷമ്മാസിൻ്റെ കൂടെ ജീവിക്കണം, അല്ലെങ്കിൽ ഒരു ഭർത്തൃ ജീവിതം വേണ്ടെന്ന് വെക്കണം. അങ്ങനെയാണ് അവളുടെ തീരുമാനം. നിരാശനായി അതാ ഫൈസൽ അവളുടെ പിന്നാലെ തന്നെയുണ്ട്. ബസ്സിനെ ഓവർടേക്ക് ചെയ്യാൻ ഇഷ്ടം പോലെ ചാൻസ് ഉണ്ടായിട്ടും ഫൈസൽ അതിന് മുതിർന്നില്ല. അവൻ ആ പതുക്കെ ആ സ്പീഡിൽ അവളുടെ പിന്നാലെ തന്നെ, ആ ബസ്സിന് പിന്നാലെ തന്നെ പോവുകയാണ്. ഈ സമയം ബസ്സിലതാ ഹിജാബി. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ്. മറ്റൊന്നുകൊണ്ടുമല്ല, അവളുടെ പഴയകാല ജീവിതമാണ് അവൾ ഓർക്കുന്നത്. ഏറെ പ്രതീക്ഷയോടെ വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഞാൻ, എൻ്റെ ഫൈസൽക്കയുടെ പെണ്ണായി വന്ന ഞാൻ
എൻ്റെ കഴുത്തിൽ മഹർ ചാർത്തിയ എൻ്റെ ഫൈസൽക്ക ഒരുപാട് ഇഷ്ടമായിരുന്നു. എനിക്ക് അദ്ദേഹത്തെ അത്രയ്ക്കും ഇഷ്ടമായിരുന്നു. ഈ ഭൂമിയിൽ ഒന്നിനെയും ഞാൻ അങ്ങനെ സ്നേഹിച്ചിരുന്നില്ല. എൻ്റെയൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. പക്ഷേ പതുക്കെ അയാൾ എന്നെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് എന്നെ പറിച്ചു മാറ്റി, എന്നെ ഒഴിവാക്കി. എന്നിട്ട് ഞാൻ കാത്തിരുന്നു എൻ്റെയൊക്കെ എന്തെങ്കിലും വരുമെന്ന് വിചാരിച്ച്. ഫൈസൽക്ക എന്നും വരും എന്ന് കരുതിയിട്ട് ഞാൻ എൻ്റെ വീടിൻ്റെ ഉമ്മറത്ത് വന്ന് നിൽക്കുമ്പോൾ ഉമ്മ എന്നോട് പറയും, മോളെ ഈ ആരാണ് ഈ കാത്തിക്കണത്? അന്നെ വേണ്ടെന്ന് പറഞ്ഞ ആൾക്കാർ പിന്നെ എന്നെ കൊണ്ടുപോകാൻ വരുമോ? ഈ ആരെയും കാത്തിക്കണത്? ഇങ്ങോട്ട് പോന്നായേ. പലവട്ടം ഉമ്മ എന്നെ ചീത്ത പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അപ്പോഴെല്ലാം ഞാൻ ഇക്കയുടെ വരവിന് വേണ്ടി കാത്തിരിക്കും. ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ ഇക്ക വരുമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു. ഒരിക്കലും എൻ്റെ ഫൈസൽക്ക് എന്നെ ഒഴിവാക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു. എന്നാൽ ഇപ്പോഴിതാ വന്നിരിക്കുന്നു. മാസങ്ങൾക്ക് ശേഷം എല്ലാം ഉപേക്ഷിച്ചവനായിട്ട് എന്നിലേക്ക് വീണ്ടും എന്നെ ഇതാ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നിട്ടുണ്ട്. ഒരു തൊലാക്ക് ചൊല്ലിയിട്ടുള്ളൂ, 3 ചൊല്ലിയാലേ വേർപ്പെടുകയുള്ളൂ എന്നൊരു ഡയലോഗും. എന്തിനായിരുന്നു ഇക്ക? ആദ്യമേ എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നല്ലോ. വീണ്ടും ഞാൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാമായിരുന്നു. പക്ഷേ ഇനി വരില്ല. അതിനു മുമ്പായിട്ട് നിങ്ങളുടെ അനുജന് എന്നെ അത്രയ്ക്കും സ്നേഹിച്ചു കഴിഞ്ഞു. ഞാൻ അങ്ങോട്ടും ഒരിക്കലും അറിഞ്ഞിട്ടില്ല. അറിയാതെ നിങ്ങളുടെ അനിയനാണെന്ന് ഒരിക്കലും ഞാൻ അറിഞ്ഞിട്ടില്ല. അറിഞ്ഞിരുന്നെങ്കിൽ അതിന് നിൽക്കില്ലായിരുന്നു. ഒന്നും അറിഞ്ഞില്ല. പഠിച്ചവൻ്റെ ഒരു കല ആയിരിക്കും. അല്ലാതെന്താ? ഇനി എനിക്ക് ഷമ്മാസ് മാത്രമേ എൻ്റെ ജീവിതത്തിലുള്ളൂ. മറ്റൊരുത്തിനുമായൊരു വിവാഹം അത് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അല്ലെങ്കിൽ പിന്നെ മരണം. ഒന്നുകിൽ ഷമ്മാസിൻ്റെ കൂടെയുള്ള ജീവിതം, അല്ലെങ്കിൽ മരണം. അല്ലാതെ വേറൊരുത്തനുമായൊരു ജീവിതം ഈ നുസൈബ ആഗ്രഹിക്കില്ല. നുസൈബക്ക് ചതി എന്താണെന്ന് അറിയില്ല. ഇതുവരെ ഞാൻ ചതിച്ചിട്ടില്ല ആരെയും, ഇനി ചതിക്കുകയുമില്ല. ഈ ബുദ്ധിയാണെങ്കിൽ ഒരിക്കലും. ഷമ്മാസ് എനിക്ക് വേണ്ടി വാക്ക് തന്നതാണ്. അവന് എന്നെ കല്യാണം കഴിക്കാൻ ഒരുങ്ങിക്കാണ്. പിന്നെ ഫൈസൽക്ക എങ്ങനെയൊക്കെ വന്ന് എൻ്റെ പിന്നാലെ കൂടിയാലും അതെങ്ങനെ? ചതി എനിക്കറിയില്ലല്ലോ. എനിക്ക് ഷമ്മാസിന് കൊടുത്ത വാക്ക് പാലിച്ചേ പറ്റൂ. ഇനി അതിന് പുറത്തേക്കായിട്ട് ഒന്നുമില്ല. അപ്പോഴും നുസൈബ അതോർത്തു. എങ്കിലും ഞാനാണ് അവളുടെ ഹസ്ബൻഡ് എന്ന് എന്ത് കാര്യത്തിലാണ് അദ്ദേഹം പോയി പറഞ്ഞത് ആ കോളേജിലൊക്കെ? അത് തികച്ചും തെറ്റാണല്ലോ. ആയിരുന്നു, പക്ഷെ ഇപ്പോഴല്ല. അതൊക്കെ കഴിഞ്ഞു പോയി ആ കാലൊക്കെ. എന്ത് ധൈര്യത്തിലാണ് അങ്ങനെയൊക്കെ വന്ന് പറഞ്ഞത്? അവരെല്ലാവരും എന്നെ പറയുന്നേ കേട്ടില്ലേ? നുസൈബ ഫൈസൽ എന്നുള്ള പേരിൽ. ഒരിക്കലും ഞാനത് ആഗ്രഹിക്കുന്നില്ല. നുസൈബ ഫൈസൽ, നുസൈബ ഷമ്മാസ്, അതാണ് എനിക്കിഷ്ടമുള്ളൂ. ഇക്കയോട് സ്നേഹമില്ലായിട്ടോ ഒന്നുമല്ല, ഉണ്ടായിരുന്നു ഒരുപാട്. പക്ഷെ ഇപ്പോൾ മനസ്സിൽ ആ മുഖമില്ല എനിക്ക്. ഇപ്പോൾ ഏതൊരു അന്യപുരുഷനാണ് എൻ്റെ ഇക്ക എനിക്ക്. ഒരിക്കലും അയാൾ എനിക്ക് ഹലാലല്ല, എനിക്ക് ഹറാം തന്നെയാണ്. അവൾ ഓരോന്ന് ആലോചിച്ചു കൊണ്ടേയിരിക്കുന്നു. സമയം പോയതറിഞ്ഞതേയില്ല. പതിവ് പോലെ അവളതാ എന്നും എത്തുന്ന ആ സ്റ്റോപ്പിലെത്തുന്നു. ആ സ്റ്റോപ്പിലെത്തി അവൾ ബസ്സിറങ്ങിയപ്പോൾ നേരെ നോക്കിയത് മറ്റാരുടെയും മുഖത്തേക്കല്ലായിരുന്നു. അവിടെ അതാ ഷമ്മാസ് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഷമ്മാസ് അവളോടൊന്നും ഉരിയാടുന്നില്ല. അറിയാതെ വെറുതെ ഒന്ന് നോക്കിയെന്ന് മാത്രം. അവൾക്കും എന്തെങ്കിലുമൊക്കെ പറയാൻ പേടിയായിരുന്നു. ഫൈസൽക്ക് വന്നിരുന്നു കോളേജിലേക്ക് എന്ന് പറയണമെന്ന് തോന്നിപ്പോയി. വേണ്ട, എന്തിന് പറയേണ്ട ആവശ്യം എന്തിന്? വേണ്ട എന്ന് പറഞ്ഞ് ദയനീയമായി അവളതാ ഷമ്മാസിൻ്റെ ആ കണ്ണുകളിലേക്ക് നോക്കുന്നു. ഷമ്മാസിൻ്റെ മുഖം കണ്ടപ്പോൾ തന്നെ അറിയാമായിരുന്നു മനസ്സിൽ എന്തൊക്കെയോ ദുഃഖഭാരം ഉണ്ട് എന്ന്. എന്താണാവോ? എന്നാൽ ഫൈസൽ ഈ സമയം ഒരുപാട് സങ്കടഭാരത്തോടു കൂടി നേരെ വീട്ടിലേക്കാണ് പോയിരുന്നത്. അവൻ ഉമ്മയുടെ അടുക്കലേക്ക് ഓടിച്ചെന്നു. ഉമ്മ, എന്താ മോനെ, ഈ രാവിലെ പോക്ക് പോയിട്ട് ഇപ്പോൾ വരിക? എന്തപ്പോൾ ഇത് കഥ? എവിടെ പോയതായിരുന്നു? ഉമ്മ, എൻ്റെ ഫ്രണ്ടിനെ കാണാൻ പോയതായിരുന്നു. എന്നിട്ട് കണ്ടോ? കണ്ടു. എന്നിട്ട് എന്താ, എന്തേ ബിസിനസ്സിൻ്റെ കാര്യം സംസാരിക്കാനാണോ? ഉമ്മ, ബിസിനസ്സിൻ്റെ കാര്യമല്ല, ജീവിതത്തിൻ്റെ കാര്യം സംസാരിക്കാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതാ ഫൈസൽ അവിടെ പൊട്ടിക്കരയുന്നു. മോനെ, എന്ത് പറ്റി? എന്താ റബ്ബേ ഈ കാണുന്നത്? ഇത്രയും വലിപ്പമായ ആണുങ്ങൾ ഇങ്ങനെ കരയേ? എന്താ ഇങ്ങനെ പറയണത്? എന്താ കരയണത്? കരയാൻ കാരണം എന്താ?
എവിടെ ഷാമോനെ? ഓനോടൊന്ന് വിളിച്ചു ചോദിച്ചാൽ മതിയായിരുന്നു. ഉമ്മ, എല്ലാം പോയി ഉമ്മ. എന്ത് പോവാ? അതിന് നിനക്ക് എന്തേ ഉണ്ടായിട്ട് വേണ്ടേ? ഉള്ളതൊക്കെ നീ അങ്ങനെ ഇങ്ങനെ ഒഴിവാക്കിയില്ലേ? ഉമ്മ, എല്ലാം പോയി, എനിക്ക് ഒന്നുമില്ല. എന്താ മോനെ ഈ ഇങ്ങനെ കൊച്ചു കുട്ടികളെ പോലെ കരയുന്നു? നീ എണീറ്റ് മുഖം കഴുകിക്കേ, നീ ചായ കുടിച്ചോ. ഉമ്മ അതാ ചായയുമായി അവൻ്റെ അടുക്കലേക്ക് വന്നു. എന്ത് പോയിന്നാ ഈ പറയണത്? ഉമ്മ, എൻ്റെ ജീവിതത്തിലെ പ്രതീക്ഷകളെല്ലാം തകർന്നു പോയി. ഇനി എനിക്കൊന്നുമില്ല. എന്താടാ? എൻ്റെ പൊന്നാര മോനെ, ഈ ആയിട്ട് ഓരോന്ന് കാട്ടിക്കൂട്ടി ഉണ്ടാക്കി ഒക്കെ കളഞ്ഞു. 2-3 പെണ്ണുങ്ങളെ എനിക്കിപ്പോൾ ഉണ്ടായിരുന്നത്, ഒറ്റൊന്നും ഇല്ലാതായില്ലേ? ആ അതെ, നമ്മളെ കാര്യങ്ങൾ കുറച്ചൊക്കെ നമ്മൾ നിലക്ക് നിൽക്കണം. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറ്റിയത്. എന്തൊക്കെയാനോ ആദ്യം നല്ലൊരു പെണ്ണിനെ ചെയ്യാണ്ട് ഒഴിവാക്കി, ആ നുസൈബാനെ. എന്ത് നല്ല കുട്ടിയായിരുന്നു അവള്. അതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഭാഗ്യമല്ലായിരുന്നു എനിക്ക്. പിന്നെ വേറൊരു പമ്പറന്നോളത്തെ ഏറ്റി കൊടുന്നിക്കണ്, ഷാനി എന്ന് പറഞ്ഞത്, രജിസ്റ്റർ കഴിഞ്ഞാണ്. പിന്നെ ഇതാ പറഞ്ഞിട്ട് എന്താ പറഞ്ഞത്, ഫസ്റ്റിനെ അങ്ങനത്തെ പേരിലൊരു പെണ്ണിട്ട് എന്തോ ഒരു ഇതുണ്ട് എന്നൊക്കെ. ഇപ്പം എന്താ ആരും ഇല്ലാതായില്ലേ? അതുതന്നെയാണ് ഞാൻ പറയണത്. ജീവിതത്തിലെ വിവാഹം എന്നൊക്കെ പറഞ്ഞാൽ ഒരു പ്രാവശ്യം ഉണ്ടാവുള്ളൂ. അതൊക്കെ നമ്മൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം. പിന്നത്തെ ഒന്നും ഒരു ഗുണം പിടിക്കൂല. എത്ര 2ാം ഘട്ടം 3ാം ഘട്ടം നന്നായ ചരിത്രം അത്രയൊന്നും കേൾക്കൂല. അതെ, ഒന്നാമത്തേതായാലും ഹയറായാലും ഷെറായാലും നമ്മളത് പിടിച്ച് നിൽക്കണം. എന്നിട്ട് നമ്മൾ ഓരോരുത്തർ എന്തെങ്കിലും ദുസ്വഭാവം ഉണ്ടെങ്കിൽ നമ്മളത് മാറ്റിയെടുക്കണം. അല്ല, നല്ല പെൺകുട്ടികളെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ നിന്ന് കൊടുക്കണം. അല്ലാതെ നമ്മളെ ഇഷ്ടം പോലെ ജീവിതം വെച്ച് കളിക്കാൻ പാടില്ല. അതിന് ദുനിയാവ് തന്നെ കിട്ടും. ഇപ്പം എന്താ, എനിക്ക് ആരും ഇല്ലാതായില്ലേ? പക്ഷേ ഫൈസൽ തല ഉയർത്തി ഉമ്മയെ നോക്കുന്നേ ഇല്ല. അവൻ ആ ടേബിളിൽ തല വെച്ചുകൊണ്ട് കരയുകയാണ്. എന്താ മോനെ, ഇത്രയും വലിയൊരു ചങ്ങായിയാണ് ഈ കരയണത്? എൻ്റെ ആ കുട്ടികളെ കണ്ടാലേ ഒരു കളിയാക്കും, എണീറ്റ് പോടുന്ന്. എൻ്റെ ഒരു കരച്ചിൽ എനിക്ക് കേൾക്കണ്ട. എൻ്റെ കരച്ചിൽ എന്നോട് 2 വർത്താനം എനിക്ക് പറയാൻ പൂതിയില്ലായിട്ടില്ല. ഈ ആയിട്ട് വരുത്തി വെച്ച് എൻ്റെ ജീവിതം കേടെടുത്തി. ഇനി മോനെ ശ്രദ്ധിച്ചോ, ആലോചിച്ചോ. നമ്മൾക്ക് അർഹതപ്പെട്ടത് പഠിച്ചോ നമുക്ക് നന്നായി ഹലാലാക്കി തന്ന് നല്ല രീതിയിൽ കൊണ്ടു നടക്കണം. അല്ലാതെ മറ്റുള്ളവരെ പിന്നാലെ പോവല്ല വേണ്ടിയത്. മനസ്സിലാക്കിയത് എനിക്ക് നല്ല ജീവിതത്തിലൊരു പാടാണ് ഉമ്മ എന്ന് പറഞ്ഞ് അവനതാ ഉമ്മയുടെ കൈ പിടിച്ച് മുത്തുന്നു. ഉമ്മ എന്നോട് ക്ഷമിക്കണം. അറിയാതെ ഒരുപാട് തെറ്റ് പറ്റിപ്പോയി മോനെ. അതൊക്കെ ഞാൻ ക്ഷമിച്ചേക്കണേ. ഇനിയെങ്കിലും ഈ നല്ല രീതിയിൽ നടക്കാൻ നോക്ക് ഉമ്മ. അതിനെനിക്ക് എൻ്റെ ജീവിതം നന്നാവാൻ എനിക്ക് വേറെ ഒന്നുമല്ല വേണ്ടത്. പിന്നെന്താ, എനിക്കെൻ്റെ നുസൈബയെ തിരിച്ചു വേണം. അതാണ് ഉമ്മ വേണ്ടത്. പക്ഷേ അത് കേട്ടപ്പോൾ ഉമ്മയുടെ ഹൃദയം പൊട്ടിപ്പോയി. മോനെ, അതെങ്ങനെടാ? അതിനൊക്കെ ഒഴിവാക്കിയതല്ലേ? അത് എൻ്റെ കുട്ടിക്ക് ഇനി കിട്ടൂലല്ലോ. ഉമ്മയുടെ ഒരു വാക്കുകൂടി കേട്ടപ്പോൾ അവന് ആകെ നിയന്ത്രണം വിട്ടുപോയി. ഉമ്മ, അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എന്ത് ചെയ്യാനും ഞാൻ റെഡിയാണ്. എനിക്ക് അവളെ ഒന്ന് കിട്ടിയാൽ മാത്രം മതി. അവളുടെ കൂടെ എനിക്ക് ജീവിച്ചാൽ മതി. അവളെ ഞാൻ പൊന്നു പോലെ നോക്കിക്കോളാം ഉമ്മ, പ്ലീസ്. മോനെ, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. കഴിയാനുള്ളത് കഴിഞ്ഞു. 5-8 മാസത്തോളം എൻ്റെ അടുത്ത് ആ പെണ്ണുവിടെ നിന്നിരുന്നു. ഒരിക്കലെങ്കിലും ഒരു സ്നേഹത്തോടുള്ളൊരു വാക്ക്, ഒരു നോക്ക്, ഒരു വിളി ഈ ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. വിളിച്ചിട്ടില്ലല്ലോ. ഇല്ല. ഇനി എങ്ങനെ ആ പെണ്ണ് എൻ്റെ അടുത്തേക്ക് വരുമോ? ഇനിയും അവൾ നിൻ്റെ അടുത്തേക്ക് വന്നാലേ നിൻ്റെ സ്വഭാവം മാറില്ലെന്ന് ആര് കണ്ട്? ഇല്ലമ്മ, ഇനി ഒരിക്കലും മാറില്ല. തെറ്റ് പറ്റിപ്പോയുമ്മ. മോനെ, സാരല്ല, നമുക്ക് വേറെ കല്യാണം നോക്കാം. എത്രയോ പെണ്ണുങ്ങൾ ഇഷ്ടം പോലെ കിട്ടും നിനക്കൊക്കെ. എന്താ, നിനക്കെന്താ ഗ്ലാമറിന് കുറവുണ്ടോ? സമ്പത്തിന് കുറവുണ്ടോ? ക്യാഷിന് കുറവുണ്ടോ? ഒന്നുമില്ല, എല്ലാം ഉണ്ടല്ലോ. നമുക്ക് വൈകാതെ തന്നെ വേറൊരു പെണ്ണ് നോക്കാം. ഉമ്മ വേണ്ട, എനിക്ക് അവളില്ലാതെ. മോനെ, തൽക്കാലം എൻ്റെ കുട്ടി ആ ആഗ്രഹം മാറ്റിവെക്ക്. നമുക്ക് വേറെ പെണ്ണ് നോക്കാം. അത് കേട്ടതും ഫൈസലിനെ ഒന്നും പറയാൻ കഴിഞ്ഞില്ല. വേണ്ടുമ്മ, ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ ഇനി എനിക്ക് അവൾ മതി. മോനെ, അതിനി പറഞ്ഞിട്ട് കാര്യമില്ല. എന്നോട് കൂടുതലൊന്നും നീ സംസാരിക്കണ്ട. ഉമ്മ കുറച്ച് സ്ട്രോങ് ആയി. അത് കേട്ടപ്പോൾ ഫൈസൽ എണീറ്റ് പോയിക്കേ. ഇതിൻ്റെ പേരിൽ ഒന്നും നീ എന്നോട് പറയണ്ട കേട്ടോ. ആ കുട്ടി ഇനി ഒരിക്കലും നിൻ്റെ ഭാര്യയായിട്ട് വരില്ല. എന്തിനാ വെറുതെ, ഒരുപാട് കഷ്ടപ്പെട്ടല്ലേ. ഇനി വരില്ല. ഒരു പ്രാവശ്യം ഒരു പെണ്ണെ അതൊക്കെ സഹിക്കുള്ളൂ. വീണ്ടും അത്രയ്ക്കും കടുപ്പം കാട്ടിയ ഭർത്താവിൻ്റെ അടുത്തേക്ക് ഒരു കുട്ടിയും വരില്ല. ഈ ഒന്നും വിചാരിക്കണ്ട. അതുകൊണ്ട് മറന്നേക്ക് എൻ്റെ മനസ്സെന്ന്. ഉമ്മ വളരെയധികം ശക്തമായി തന്നെയാണ് അത് ഫൈസലിനോട് പറഞ്ഞത്. അത് പറഞ്ഞത് കേട്ടതും അവൻ അവിടെ നിന്ന് എണീറ്റു, ഒരു കൊച്ചു കുട്ടിയെ പോലെ.
അവൻ വിതുമ്പിക്കൊണ്ട് അവൻ്റെ റൂമിലേക്ക് കയറിപ്പോകുന്നു. ആ ഒരു പോക്ക് കണ്ട് ഉമ്മയുടെ ഹൃദയം വല്ലാതെ അങ്ങ് വേദനിച്ചു. എന്തിനായിരുന്നടാ, നല്ല രീതിയിൽ കഴിഞ്ഞിരുന്നല്ലേ, വേണ്ടായിട്ടില്ലേ, നീയായിട്ടല്ലേ ഒഴിവാക്കിയത്, നീ സഹിക്ക്. ഉമ്മാക്ക് സങ്കടം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ഇൻഷാ അല്ലാ ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.